എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയായിരുന്നു. ലാന്തനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു. അർജുൻ വീഡിയോ ഓൺ ആക്ക്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാന്തനോയിഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ലാന്തനോയിഡ്സിനെ കുറിച്ച് പറഞ്ഞത്? അതായത് ജനറൽ ആയിട്ടുള്ള എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ലാന്തനോയിഡ്സിനുള്ളത്, ലാന്തനോയിഡ്സ് എവിടെയാണ് കാണുന്നത്, ആൻഡ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, പിന്നെ ലാന്തനോയിഡ്സിന് വേറെ എന്തോ ഒരു വിളിപ്പേരും കൂടെ ഉണ്ട്. എന്തായിരുന്നു ആ വിളിപ്പേര്? എന്താ അഭിഷേക് ലാന്തനോയിഡ്സിന്റെ വേറൊരു പേര്? എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണോടാ? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അത് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സിനെയും കൂടി കൂടിയിട്ട് വിളിക്കുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അല്ലാണ്ട് ലാന്തനോയിഡ്സിന് മാത്രമായിട്ട് നമ്മളൊരു പേര് പറഞ്ഞായിരുന്നു. അർജുൻ ലാസ്റ്റ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇല്ലായിരുന്നു അല്ലേ? ആലോചിച്ച് നോക്കി എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ കിച്ചു? അങ്ങനെ വല്ല നമ്മള് ചേച്ചി പറഞ്ഞായിരുന്നു റെയർ എർത്ത് മെറ്റൽസ്. റെയർ എർത്ത് മെറ്റൽസ്. റെയർ എർത്ത് മെറ്റൽസ് എന്നാണ് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ലാന്തനോയിഡ്. ലാന്തനോയിഡിന്റെ വേറൊരു പേരെന്താണ്? റെയർ എർത്ത് മെറ്റൽസ് എന്നാണ്. അത് തന്നിട്ടില്ലേ ചേച്ചി? നോക്കട്ടെ. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ടാവില്ല. എഴുതിയിട്ടുണ്ട്. ആ ഉണ്ട് ചേച്ചി, ഉണ്ട്. ശരി, ഉണ്ട്. തന്നിട്ടില്ലായിരിക്കും. ഓക്കെ. അപ്പൊ ലാന്തനോയിഡ്സിന്റെ ലാസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് 4f ആണ്. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 4f സബ്ഷെല്ലിലാണ്. ആക്ടിനോയിഡ്സിന്റെ ആണെങ്കിലോ 5fലാണ്. അത് പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എഫ് ഡിയുടെയും എഫിന്റെയും മാത്രം പഠിച്ചാൽ മതി. ഡിക്ക് എല്ലാത്തിനും കോമൺ ആണ്. എഫ് ബ്ലോക്കിന് 2 എണ്ണം ഉണ്ട്. നമ്മൾ പഠിച്ചത് ആകെപ്പാടെ ആരുടെയാണ്? നമ്മുടെ ലാന്തനോയിഡ്സിന്റെ. ലാന്തനോയിഡ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് ലാന്തനോയിഡ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 4f 1 to 14 5 0 to 1. 0 to 1 എന്ന് പറയുമ്പോൾ 5d ഓർബിറ്റല് ഒന്നും ഇല്ലാണ്ടും ആകാം, വേണം ഒരു ഇലക്ട്രോൺ ഫില്ലായിട്ടാകാം. അത്രയും വരെ മാക്സിമം വരത്തുള്ളൂ. ആൻഡ് 6s2. ഒരു വേറൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്തനോയിഡ്സ് അല്ലെങ്കിൽ ആക്ടിനോയിഡ്സ് സെയിം ആയിരിക്കും ലാന്തനോയിഡ്സിന്റെ ആക്ടിനോയിഡ്സിന്റെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? അവരുടെ ഒക്കെ നമുക്ക് ഈ ഒരു ടേബിൾ കാണുമ്പോഴേ നമുക്ക് പ്രോപ്പർട്ടി ഒക്കെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു പ്രോപ്പർട്ടി ആണ് എന്ത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഷോ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവർക്കും എന്തിനുള്ള കഴിവുണ്ട്? ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മൾ അറ്റോമിക് ആൻഡ് അയണിക് സൈസിന്റെ കാര്യം പറഞ്ഞു. എന്താണ്? ഒരു പീരീഡിൽ പോകുമ്പോൾ അറ്റോമിക് ആൻഡ് അയണിക് സൈസിന്റെ ട്രെൻഡ് എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഡിക്രീസ്. എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്യും? ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടുന്നതുകൊണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യും? അല്ല, അറ്റോമിക് നമ്പർ കൂടുമ്പോൾ നമ്മുടെ ഇത് ഡിക്രീസ് ചെയ്യും. എന്ത് ഡിക്രീസ് ചെയ്യും? ലാന്തനോയിഡ് കൺട്രാക്ഷൻ കൊണ്ട്. ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഒന്നെങ്കിൽ എന്ത് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്നാണ്. ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ക്രീനിങ് എഫക്റ്റിനെ കഴിഞ്ഞും കൂടുതൽ, സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും എന്ത്? ന്യൂക്ലിയർ ചാർജിന്റെ എഫക്റ്റ്. അതുകൊണ്ട് എന്താണ്? ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോൺ വരെ ഈ പറയുന്ന ന്യൂക്ലിയസിന് അട്രാക്ട് ചെയ്ത് പിടിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു. ഇവർ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. +2 +4 +3 ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ലാന്തനോയിഡ്സ്. പിന്നെ ജനറൽ ക്യാരക്ടേഴ്സ്. ലാന്തനോയിഡ് സിൽവർ വൈറ്റ് സോഫ്റ്റ് മെറ്റൽസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവര് പൈപ്പും പ്ലേറ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അലോയി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവൊക്കെ ഇവർക്ക് ഭയങ്കര കുറവാണ്. അടുത്ത പാടാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ലാന്തനോയിഡ് കൺട്രാക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയായിരുന്നേ. ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
എന്താ ലാന്തനോയിഡ് കൺട്രാക്ഷൻ? ആരോട് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആറ്റത്തിന്റെ സൈസ്, ലാന്തനോയിഡിലെ ആ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ പീരീഡ് ആണ് കേട്ടോ, ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോഴത്തേക്കും സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണത്? ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ആൻഡ് അതിന്റെ റീസൺ എന്താണ്? നേരത്തെ പറഞ്ഞാൽ തന്നെ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഭയങ്കര കൂടുതലാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? ഷീൽഡിംഗ് എഫക്റ്റിനെ വെച്ച് നോക്കും. അതായത് നമ്മുടെ ആ ഓർത്താ മതി, ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്തിനോട് സിമിലർ ആണ്? നമ്മൾ ആ എസ് ബ്ലോക്കും പി ബ്ലോക്കും ഒക്കെ പഠിച്ചില്ലായിരുന്നു? ലെഫ്റ്റ് ടു റൈറ്റ് നമ്മുടെ സൈസ് കുറയും. സെയിം റീസൺ ആണ്. അവിടെ എന്ത് കൂടുതലാണ്? ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. എന്തിനെ കഴിഞ്ഞും? ഷീൽഡിംഗ് എഫക്റ്റിനെ കഴിഞ്ഞും. ഓക്കെ, ഈ ഒരു സാധനം വേണേ ചോദിക്കാം, ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്തുകൊണ്ടാണ്? ലാന്തനോയിഡിലെ പീരിയഡിലെ ട്രെൻഡ് എങ്ങനെയാണ്? അറ്റോമിക് സൈസിന്റെയും റേഡിയയുടെയും ട്രെൻഡ് എങ്ങനെയാണ്? അതിന്റെ റീസൺ എന്താണ്? അങ്ങനെ സൈസിന്റെ പേരും പറഞ്ഞ റീസൺ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതാവുള്ളൂ? ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ആൻഡ് അതിന്റെ കാരണം എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ, അതിന്റെ റീസൺ എന്താണെന്നൊക്കെ അടുത്ത പാർട്ടായിട്ടേ ചോദിക്കത്തുള്ളൂ. സോ ആ ഒരു ഫുൾ സംഭവം പഠിച്ചു വെച്ചേക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആക്ടിനോയിഡ്സിനെ കുറിച്ചിട്ടാണ്. ഇത് വായിക്കാൻ പറ്റത്തില്ലല്ലോ. Actinoids, the 14 elements that follow actinium. Actinium തൊട്ടുള്ള 14 എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. That are characterized by progressively filling 5f orbital. ഇവരുടെ പ്രത്യേകത എന്താണ്? 5f orbital ഉണ്ടെന്നുള്ളതാണ്. In their atom, the possible oxidation state and electronic configuration of actinoids are given in the table. So എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ചേച്ചി തോറിയം അല്ലേ ചേച്ചി? ചേച്ചി നമ്മൾ മറ്റേ ലാന്തനോയിഡ് കൺട്രാക്ഷന്റെ റീസൺ പഠിച്ചു, അതിന്റെ ഫോർമേഷൻ പഠിച്ചു. പിന്നെ ഇതിനകത്ത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് വേണ്ടേ? പറഞ്ഞില്ല, അത് പറയണം. അത് ലാസ്റ്റത്തേക്കാ പോർഷൻ. ഞാൻ ആ ലാന്തനോയിഡ് കൺട്രാക്ഷൻ നേരത്തെ എടുത്തന്നേ ഉള്ളൂ. അതങ്ങ് പറഞ്ഞു പോയപ്പോ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പോർഷൻ ലാസ്റ്റ് ആണ്. സോ തോറിയം അങ്ങനെ കണ്ടോ? 14 എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. +3 ഉണ്ട്, +4, +5, +6. ആൻഡ് ഏറ്റവും ചെറുത് +2 ആണ്. +2 ഓക്സിഡേഷൻ കാണിക്കുന്ന ഏതാണ്? നോബലിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. ആൻഡ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആക്ടിനോയിഡ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് പ്രത്യേകത? നേരത്തെ അവിടെ 4f ആയിരുന്നു, ഇവിടെ എന്താണ്? 5f. 5f, എഫിൽ മൊത്തം 14 ഇലക്ട്രോൺസ്, 1 to 14. 1 മുതൽ 14 വരെ ഇലക്ട്രോൺ അവിടെ അക്കമുലേറ്റ് ചെയ്യാം. അതിന് മുമ്പത്തെ ഷെൽ ഏതാണ്? 6d. ഡിയിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, 0 to 1 അത്ര ഇലക്ട്രോൺസേ കൊള്ളത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് ഏതാണ്? 7s2. ഇതാണ് നമ്മുടെ ആക്ടിനോയിഡ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ജനറൽ ഫോർമുല. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ജനറൽ ഫോർമുല എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ അയണിക് സൈസ്. ഇവിടുത്തെ അയണിക് സൈസിന്റെ പ്രത്യേകത എന്താണ്? There is a gradual decrease in the size of atom or M3+ ions across the series. This may be referred to as actinoid contraction. അതെന്താണ് പറയണത്? നമ്മുടെ ലാന്തനോയിഡ്സിനെ പോലെ തന്നെ ആക്ടിനോയിഡ്സിലും നമ്മൾ ഒരു പീരിയഡിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കണത്? അറ്റോമിക് സൈസിന് എന്ത് പ്രത്യേകത അർജുനെ വരുന്നത്? രണ്ടാം വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് അവൻ പോയി. അവൻ വീഡിയോ കാണത്തില്ലല്ലോ. ഓക്കെ, പറ. അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അയണിക് റേഡിയസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ റീസൺ? എന്താണ്? ആക്ടിനോയിഡ് കൺട്രാക്ഷൻ ആണ്. ലാന്തനോയിഡിന്റെ കേസിൽ ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഇവർ രണ്ടുപേരും സെയിം ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്
കാണിക്കാനുള്ള കഴിവുണ്ട്. ആക്ടിനോയിഡ് ഷോ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +3 ഈസ് മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ ആക്ടിനോയിഡ്സും ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്? +3 കാണിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഈ ലാസ്റ്റ് കിടക്കുന്ന എന്നും അതിന്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന ഒരു ഇലക്ട്രോൺ, ഓക്കെ, ഇവൻ ഫുൾഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് അവനീന്ന് കളയാൻ പാടാണ്. സോ ഈ ലാസ്റ്റ് രണ്ടുപേരെ നോക്കിയാൽ മതി. ഇവന്മാരിന്ന് 3 ഇലക്ട്രോണെ പെട്ടെന്ന് കളയാം. അതുകൊണ്ടാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുള്ളത്? +3 ഉള്ളത്. ഓക്കെ, അപ്പം വേണേ ചോദിക്കാം, നമ്മുടെ ആക്ടിനോയിഡ്സിലെ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +3. പറയിങ്ങോട്ട്. +3 ചേച്ചി, +3. ഏതാ അഭിഷേക്? ആ അഭിഷേക് ഏടാ ഏതാണ്? ഞാൻ കേട്ട്. ചേച്ചിയുടെ നെറ്റ് ശോക കേട്ടോ. അയ്യോ, എന്റെ നെറ്റ് പോയി. ഒരു മിനിറ്റ്. ഇപ്പൊ വന്നു. ഓക്കെ, സോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി എന്താണ് ആക്ടിനോയിഡ് കൺട്രാക്ഷൻ? അതും കൂടി നമുക്ക് അങ്ങ് നോക്കാം. Like lanthanoids, actinoids show actinoid contraction. The size of atom or ions or actinoid decreases regularly along the series with the increase in atomic number from actinium to lawrencium. This steady decrease in ionic radius with the increase in atomic number is called actinoid contraction. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ആക്ടിനോയിഡ് മുതൽ ലാസ്റ്റത്തെ എലമെന്റ് വരെ നോക്കുമ്പോൾ അവരുടെ അറ്റോമിക് സൈസ് കുറഞ്ഞു വരുവാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്ടിനോയിഡ് കൺട്രാക്ഷൻ. അതിന്റെ റീസൺ എന്താണ്? പറയുങ്ങോട്ടോ, ആക്ടിനോയിഡ് കൺട്രാക്ഷൻ റീസൺ എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? ഷീൽഡിംഗ് എഫക്റ്റ് 5Fന്റെ ഷീൽഡിംഗ് എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുതലായതുകൊണ്ട് സൈസ് ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റഡി ഡിക്രീസ് ഇൻ ദ അയണിക് റേഡിയസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ഈസ് കോൾഡ് ആക്ടിനോയിഡ് കൺട്രാക്ഷൻ. This actinoid contraction is due to the imperfect shielding of one 5F electron by another in the same subshell. ഷീൽഡിംഗ് എഫക്റ്റ് കുറവാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ആക്ടിനോയിഡ്സും പിന്നെ പറയുന്ന ഇവരുടെ രണ്ടിന്റെ ഒരു കമ്പാരിസൺ ആണ്. മേ ബി ചോദിക്കാം, ആക്ടിനോയിഡും അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് ലാന്തനോയിഡ്സിലെ പ്രത്യേകത? കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ലാന്തനോയിഡ്സ് ഏതാ അർജുൻ? +3. ആക്ടിനോയിഡ്സിൽ ഏതാ കിച്ചു? +3 ആണ്. +3. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത് +3 ആണ്. പിന്നെ ലാന്തനോയിഡ്സിനാണ് +2 +4 ഒക്കെ കാണിക്കും. ഇവരാണ് +4 +5 +7 ഒക്കെ കാണിക്കും. ഓക്കെ, ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി ഓഫ് 4F electrons are higher. ബൈൻഡിങ് എനർജി ഓഫ് 5F electrons are lower. അതായത് 5F എന്ന് പറയുമ്പോൾ ഷെല്ല് പിന്നെയും കൂടുമല്ലേ. ഷെല്ലിന്റെ എണ്ണം കൂടുന്നോണ്ട് തന്നെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി കുറവും മതി. പക്ഷെ 4F എന്ന് പറയുമ്പോൾ 5Fനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കുറച്ചും കൂടി ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന ഒരു ഷെല്ലാണ്. ഓക്കെ, മനസ്സിലായി? അതായത് 5Fനെയും 4Fനെയും മാത്രം വെച്ച് കമ്പയർ ചെയ്യാലോ, അതിന് മുമ്പിൽ വെച്ച് നോക്കരുത്. 4Fനെ വെച്ച് നോക്കുമ്പോൾ 5F എന്ന് പറയുന്നത് കുറച്ചും കൂടി അകന്നിരിക്കുന്ന ഒരു ഷെല്ലാണ്. അതുകൊണ്ട് അവരുടെ ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കും. ആൻഡ് 4F എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ന്യൂക്ലിയസുമായിട്ട് അടുത്തിരിക്കുന്നതാണ്, അതിന്റെ ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കും. കാരണം ന്യൂക്ലിയസുമായിട്ട് ചേർന്നാണ് പുതിയ ഇലക്ട്രോണെ ആഡ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഷീൽഡിംഗ് എഫക്റ്റ്. 4F electron have greater shielding effect. Therefore, the contraction in their ionic radius is less. Contraction in their ionic radius is less. So 4F electronsന്റെ ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ എന്താണ് അയണിക് റേഡിയസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണ് വിട്ടുകൊടുത്തിട്ടോ മേടിച്ചിട്ടോ ഉള്ള കാര്യമാണ് അയണിക് റേഡിയസ്. അതെന്താണ്? അവിടുത്തെ കൺട്രാക്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ 5Fലാണ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ്. സോ കൺട്രാക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഇവരുടെ എന്താണ് ഈ ഒരു കളർ നോക്കുവാണെങ്കിൽ
നമ്മുടെ ലാന്തനോയിഡ്സ് ഓൾമോസ്റ്റ് എല്ലാരും കളേർഡ് കോമ്പൗണ്ട്സ് ആണ്, അല്ല കളർലെസ് ആണ്. കളർലെസ് ആണ്, റേഡിയോ ആക്റ്റീവ് ആണ്. നീ എഴുതിയെടുക്കുവാണ് അഭിഷേക്, ഞാൻ എഴുതാനുള്ള ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ് ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോ, കേട്ടാ. പക്ഷെ നമ്മൾ ആക്ടിനോയിഡിന്റെ കാര്യം എടുക്കുമ്പോൾ കളേർഡ് ആണ്. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ലാന്തനോയിഡ്സിൽ നിന്നും ആക്ടിനോയിഡ്സിൽ നിന്നും ഒരു 5 പോയിന്റ് വീതം വെച്ച് പഠിച്ചു വെച്ചേക്കണം. വേണം ഇതിന്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഏത്, അവരുടെ രണ്ടുപേരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് പറയാനുള്ളത് ലാന്തനോയിഡ് കൺട്രാക്ഷന്റെ കോൺസിക്വൻസസ്. ലാന്തനോയിഡ് കൺട്രാക്ഷനും അവരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ആണ് difficult in separation of lanthanoids since the change in ionic radius in the lanthanoids is very small. Their chemical property are similar. This make the separation of element difficult. അതായത് ലാന്തനോയിഡ്സിനെ എല്ലാവരും എടുക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡിക്രീസ് ആണോ എന്ന് വെച്ചാ അല്ല, നമ്മൾ ഓൾറെഡി അത് പഠിച്ചായിരുന്നു. നമ്മൾ പഠിച്ചപ്പോ തന്നെ പറഞ്ഞ എന്താണ്, ചെറിയ ഡിക്രീസ്, അതായത് സ്ലൈറ്റ് ഡിക്രീസ് എന്നാ പറയുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല റേഡിയസിന്. അതുകൊണ്ട് എന്താണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, ഓരോ എലമെന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഏത് എലമെന്റ് ആണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലം. സിമിലർലി സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ്. As a result of lanthanoid contraction, the size of second and third transition series element are almost similar, which make their separation difficult. അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ്. ഏതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ്? മറ്റേ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കാര്യത്തിലാ, ഒക്കത്തുള്ളവര് 3 സീരീസ് അല്ലേ, ഇങ്ങനെ മൂന്നാമത്തെ പീരീഡ് നാലാമത്തെ സീരീസ്. ആ, അവിടെ എന്താണ്, അവിടെയും ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളൊന്നും ലാന്തനോയിഡ് കൺട്രാക്ഷനെ കുറിച്ച് പറഞ്ഞില്ല. അതായത് നമ്മുടെ ട്രാൻസിഷൻ മെറ്റലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ആദ്യം കുറച്ച് സമയം അറ്റോമിക് റേഡിയസ് കുറയും, പിന്നെ സ്റ്റേഷനറി ആയി നിൽക്കും, പിന്നെ കൂടും. അങ്ങനെയല്ലേ പഠിച്ചേ? അല്ല തിരിച്ചാണോ പഠിച്ചേ? കുറയും, കൂടും, പിന്നെയും കുറയും. അല്ല ചേച്ചി അങ്ങനല്ലേ പറഞ്ഞേ? അല്ല, അറ്റോമിക് റേഡിയസ് ആദ്യം കുറയും, പിന്നെ സ്റ്റേബിൾ ആയി നിൽക്കും, എന്നിട്ട് കൂടും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഏതപ്പാ കോതമംഗലം. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അവിടെ ഒരു റീസൺ ആയിരുന്നു ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഈ കുറയാനുള്ള കാരണം ലാന്തനോയിഡ് കൺട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എന്താണ്, ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലം ഈ ഒരു കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സെയിം റേഡിയസിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. അതുകൊണ്ട് എന്താണ്, നമ്മുടെ എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടാണ്. അതാണ് ഒന്നാമത്തെ കോൺസിക്വൻസ്. ഈ 2 പോയിന്റിലും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് വേരിയേഷൻ ഇൻ ബേസിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോക്സൈഡ്സ്. അതായത് ഹൈഡ്രോക്സൈഡ്സിന്റെ സ്ട്രെങ്തിന് വരുന്ന വ്യത്യാസം. ഡ്യൂ ടു ദ ലാന്തനോയിഡ് കൺട്രാക്ഷൻ ദ സൈസ് ഓഫ് M3+ ion decreases and there is an increase in covalent character of MOH bond. MOH bond എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 3+, O എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ്, കോവാലന്റ് ക്യാരക്ടർ ഭയങ്കരമായിട്ട് കൂടും. എന്തുമൂലം? ഷെയറിങ്ങിനാണ് കൂടുതൽ. അതായത് ഇലക്ട്രോൺസ് കൊടുക്കാനല്ല, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസിനല്ല, പകരം ഷെയറിംഗ് ആണ് കൂടുതലും നടക്കാറ്. Therefore, the basic character of electron element decreases from La to Lu. And there is a parallel steady decrease in solubility of their hydroxide. നമുക്കറിയാം ഈ ബേസിക് ആസിഡ് എന്നൊക്കെ പറയണമെങ്കിൽ എന്ത് നടക്കണം, ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് ലൂയിസ് ബേസ്, മേടിക്കുന്നത് ആസിഡ്, അങ്ങനെ ഒരു സംഭവം നേരത്തെ പഠിച്ചിട്ടില്ലായിരുന്നു. സോ ഇവിടെ കോവാലൻ ക്യാരക്ടർ ആയതുകൊണ്ട് നമുക്ക് ആസിഡ് ബേസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടുത്തെ റിലേറ്റീവ് സ്ട്രെങ്ത്, ആസിഡ് സ്ട്രെങ്ത് അല്ലെ, അതിന്റെ ഒരു മിനിറ്റ് കഴിഞ്ഞു പോകുന്നു.
ഓക്കെ. സോ ഇതിന്റെ ബേസിക് സ്ട്രെങ്ത്, ബേസ് എന്ന് പറയുമ്പോൾ OH ബോണ്ട് വിട്ട് കളയുന്നതിനെയാണ് അല്ലേ. ബേസിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH പുറത്തേക്ക് വരുന്നത് ബേസിക്, H ആണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ആസിഡ്. പക്ഷെ ഇവിടെ കോവാലൻ ക്യാരക്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കില്ല? ബോണ്ട് ബ്രേക്കേജിങ് വളരെ പാടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ കോവാലൻ ക്യാരക്ടർ ഉണ്ടായത്? ഈ പറയുന്ന ലാംബ്ഡോയിഡ് കൺട്രാക്ഷൻ മൂലമാണ്. ഓക്കെ, പിടിയിട്ട് ഇത് 3 അപ്പൊ കോൺസിക്വൻസസ് ആയിട്ട് ലാംബ്ഡോയിഡ് കൺട്രാക്ഷന്റെ കോൺസിക്വൻസ് ആയിട്ട് 3 പറയണത്. ഫസ്റ്റ് പറയണത് എന്താണ്? ഇവരുടെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലാംബ്ഡോയിഡ്സിന്റെ എല്ലാത്തിന്റെയും നോക്കുമ്പോൾ അയോണിക് റേഡിയസ് സെയിം ആണ് ഈ ലാംബ്ഡോയിഡ് കൺട്രാക്ഷൻ മൂലം. അതുകൊണ്ട് എന്താ പ്രശ്നം എന്താണ്? ഇവരെ പെട്ടെന്ന് ഓരോ എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. സെക്കൻഡ് പറയുന്നത് ഈ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കാര്യമാണ്. തേർഡും ഫോർത്തും സീരീസ് നോക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ലാംബ്ഡോയിഡ് കൺട്രാക്ഷൻ കൊണ്ട് ഇവരുടെ എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടാണ്. തേർഡ് പോയിന്റ് ആയിട്ട് ബേസിക് സ്ട്രെങ്ത് ഓഫ് OH. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ട്രാൻസിഷൻ മെറ്റൽ അല്ലെ ഇന്നർ ട്രാൻസിഷൻ മെറ്റൽ OH ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ OH പുറത്തേക്ക് വിടാനുള്ള കഴിവ് കുറയും. അതായത് ബേസിക് ക്യാരക്ടർ കുറയും. കാരണം എന്താണ്? അവിടെ കൺട്രാക്ഷൻ മൂലം അല്ലെ ലാംബ്ഡോയിഡ് കൺട്രാക്ഷൻ മൂലം കോവാലൻ ബോണ്ടാണ് ഉണ്ടാവുന്നത്, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, 3 പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടം വരെ എഴുതിയത്? കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടം വരെ എഴുതിയത്? പ്രോപ്പർട്ടീസ് ഓഫ് ലാംബ്ഡോയിഡ്സ് വരെ. പ്രോപ്പർട്ടീസ് ഓഫ് ലാംബ്ഡോയിഡ്സ് അതെന്തോരം എഴുതി? നമ്മൾ മറ്റേ പൈപ്പിന്റെ കാര്യം പറഞ്ഞു. യൂസ്ഡ് ആസ് കാറ്റലിറ്റിക് ക്രാക്കിംഗ് ഇൻ പെട്രോൾസ്. അടുത്ത ആക്ടിനോയിഡ്സ്. കൺട്രാക്ഷന്റെ കാര്യം എഴുതിയില്ലേ? ഏതേജി? ലാംബ്ഡോയിഡ് കൺട്രാക്ഷൻ എഴുതിയില്ലേ? അത് നമ്മൾ എഴുതി. അതും കഴിഞ്ഞ് റീസണും കഴിഞ്ഞു. ഓക്കെ. ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സ് എന്ന് പറയുമ്പോൾ the last electron ends in 5 of orbitals. 5 of orbital ആണ്. The last electron enters in 5 of orbital. Then second ആയിട്ട് അതിന്റെ general electronic configuration. General electronic configuration ഏതാണ്? 5 of 1 to 14, 6d, 0 to 1, 7s 2. 5 of 1 to 14, 6d, 0 to 1, 7s 2. ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യം എന്താണ്? +3. Variable, it is show variable oxidation state. Show variable oxidation state. Which is the common oxidation state? +3. Yes, next point ആയിട്ട് എഴുതുക. +3 is the most common oxidation state. +3 is the most common oxidation state. അത് ലാന്തനോയിഡ്സിലും അങ്ങനെ തന്നെയാട്ടോ. ലാന്തനോയിഡിലും ഒന്ന് ആ ഒരു പോയിന്റ് എവിടെയെങ്കിലും ഒന്ന് ചേർത്ത് വെച്ചേക്കണം. അങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് പഠിച്ചു. ട്രാൻസിഷൻ മെറ്റൽസിൽ വെരി കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +2. +1 +2. +1 ഇല്ല, +2 ആണ്. +1 ആകെ പാടെ കാണിക്കുന്നത് കോപ്പർ ആണ്. +2 ആണ് കേട്ടോ. ട്രാൻസിഷൻ മെറ്റൽസ് എടുക്കുവാണെങ്കിൽ അവിടെ വെരി കോമൺ ആയിട്ടുള്ളത് +2 ആണ്. കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ 3s2, 4s2, 5s2 അങ്ങനെയല്ല വന്നത്. സോ ആ 2 ഇലക്ട്രോണ് ആദ്യം കളയാനാണ് ഇവർക്ക് എളുപ്പം. സോ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +2 ആണ് ട്രാൻസിഷൻ മെറ്റൽസ്. ഇവിടെയാണെങ്കിലോ +3 ആണ്.
അത് രണ്ടിലും കേട്ടോ, ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസിൽ +3. ഇനി അയണിക് സൈസ്. അയണിക് സൈസ് ഹെഡിങ് കൊടുത്തത് ചേച്ചി. എന്നിട്ട് എഴുതിക്കോ. There is a gradual decrease in the there is a gradual decrease in the there is a gradual decrease in the size of atom or ions. ഇവിടെ M3+ അയോൺസ് എന്നാ കാണിച്ചേക്കുന്നത്. എന്താ അങ്ങനെ കാണിച്ചേക്കുന്നത്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അയണിക് സ്റ്റേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അയണിക് റേഡിയസിനെ തന്നെയാണ് പറയണത്. ഓക്കെ, സൈസ് ഓഫ് ആറ്റം ഓർ അയോൺസ് അക്രോസ് ദ സീരീസ്. സൈസ് ഓഫ് ആറ്റം ഓർ അയോൺസ് അക്രോസ് ദ സീരീസ്. ഫുൾ സ്റ്റോപ്പ്. ചേച്ചി ഒന്നാണ് പറയാം. The general there is a gradual decrease in the there is a gradual decrease in the size of atoms or ions across the series. സീരീസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? പീരീഡിനെ തന്നെയാണ് അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്ന അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീരീസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അയോൺസ് അക്രോസ് ദ സീരീസ്. അത്ര എഴുതി അഭിഷേകൻ. This may be referred to as the actinoid contraction. Actinoid contraction. എഴുതിയില്ലേ? എന്താണ് ആക്ടിനോയിഡ് കൺട്രാക്ഷൻ? ഹെഡിങ് കൊടുത്തോ, ആക്ടിനോയിഡ് കൺട്രാക്ഷൻ. അത് എഴുതണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് വരയ്ക്ക് എഴുതിക്കോളില്ലേ? നേരെ എന്ത് വരുന്നത്? ലാക്ടിനോയിഡ് കൺട്രാക്ഷൻ. ലാന്തനോയിഡ് കൺട്രാക്ഷന്റെ സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എവിടെയും വന്നത്, ആക്ടിനോയിഡ് കൺട്രാക്ഷനിൽ വന്നത് കേട്ടോ. സെയിം റീസൺ ആണ്, സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ ജനറൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു. ടേബിൾ ആണ്. ആൻഡ് ഇവരെ കമ്പയർ ചെയ്ത് വെച്ച് പഠിച്ചോണം, ഇവരെ രണ്ടുപേര്. കമ്പാരിസൺ ടേബിൾ ആണ് ഇത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സം ആപ്ലിക്കേഷൻസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എന്തിനൊക്കെയാണ്? ലാന്തനോയിഡ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് അലോയ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അലോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്? ലാന്തനോയിഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ടൈറ്റാനിയം ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ പിഗ്മെന്റ് ഇൻഡസ്ട്രി ആൻഡ് MnO2 ഫോർ യൂസ് ഇൻ ഡ്രൈ ബാക്ടറി സെൽ. നമ്മൾ മറ്റേ സെൽസിന്റെ ഒക്കെ കാര്യം പഠിച്ചപ്പോൾ അവിടെ എവിടെയൊക്കെ മാംഗനീസ് ഓക്സൈഡ് ചേർക്കണുണ്ടായിരുന്നു അല്ലേ? MnO2 ഓർക്കണുണ്ടോ? സെല്ലിന്റെ പാഠം കെമിസ്ട്രിയില്. സെൽസിനെ കുറിച്ചുള്ളത് പഠിച്ചേക്കണം കേട്ടല്ലോ. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ റിവിഷൻ ആണ്, അല്ലെ ഈ ക്ലാസ് മുതൽ നമ്മൾ റിവിഷൻ ആണ്. അടുത്ത ക്ലാസ്സില് 4ാമത്തെ പാഠം അല്ലേ? 3ാമത്തെ പാഠം. നെക്സ്റ്റ് ക്ലാസ്സിൽ 3ാമത്തെ പാഠം ഫുള്ള് പഠിച്ചുകൊണ്ട് വന്നേക്കണം. പുറകിലേക്ക് പോകണം. രണ്ട് അടുത്ത ദിവസം എടുക്കാം. ഓർഡർ ആയിട്ട് പോവാം. ഓക്കെ, 27-ാം തീയതി അല്ലേ കെമിസ്ട്രിയുടെ പരീക്ഷ? 27 എന്ന് പറയുമ്പോ നമുക്ക് 4 ക്ലാസ് കിട്ടും. ടൈം ടേബിൾ ചെറിയ മാറ്റം വന്നിട്ട് ചേച്ചി. അത് ഇന്ന് അയച്ച ടൈം ടേബിൾ അല്ലേ? അത് തന്നെ. 4 ക്ലാസ് എങ്ങനെയായാലും നമുക്ക് കിട്ടും, പേടിക്കണ്ട. 27-ാം തീയതി കെമിസ്ട്രി, 22-ാം തീയതി ഫിസിക്സ്. ഫിസിക്സിന് 2 ക്ലാസ് കിട്ടത്തുള്ളൂ. ഫിസിക്സിന് ക്ലാസ് കുറവായിരിക്കും. ഫിസിക്സ് ആണ് ഒരു ദിവസം അവധി ഉള്ളൂ. അല്ല, ഇന്ന്
ആ 2 ക്ലാസ് അല്ല, കെമിസ്ട്രിക്ക് ആണെങ്കിൽ 4 ക്ലാസ്സും ഫിസിക്സിന് 4 അല്ല, കെമിസ്ട്രിക്ക് 6 ക്ലാസ്സും ഫിസിക്സിന് 4 ക്ലാസ്സും കിട്ടും. പേടിക്കണ്ട, പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഇനിയിപ്പം സമയമൊന്നും കളയണ്ട, റിവിഷൻ ഒക്കെ തുടങ്ങിക്കോളുക എല്ലാത്തിന്റെ. ഓക്കെ, അപ്പൊ എന്താണ് പിഗ്മെന്റ് ഇൻഡസ്ട്രി, ഈ കളർ കൊടുക്കുന്ന പരിപാടി, അവിടെയൊക്കെ നമ്മൾ ടൈറ്റാനിയം ഓക്സൈഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽസിലൊക്കെ MnO2 മാംഗനീസ് ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് കോട്ടിംഗ് ഒക്കെ വരുന്ന ഏതോ സെല്ല് നമ്മൾ പഠിച്ചായിരുന്നു. അതൊക്കെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണോ? എന്തോ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണോ? ലെഡ് സ്റ്റോറേജ് ഞാൻ ഓർക്കണില്ല ഏതാന്ന്. The battery industry also requires zinc and nickel cadmium. നിക്കലും കാഡ്മിയം സിങ്കും ഒക്കെ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു യൂസ് വേണം നമുക്ക് എഴുതാവുന്നതാ. സിൽവർ, UK കോയിൻ ആർ മെയ്ഡ് ഓഫ് കോപ്പർ നിക്കൽ അലോയ്. കോപ്പർ നിക്കൽ അലോയ് കൊണ്ടൊക്കെയാണ് കോയിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. PDCl2 യൂസ്ഡ് ഇൻ വാക്വർ പ്രോസസ് ആൻഡ് AgBr യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രഫി. ഈ വാക്വർ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാഠം. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എഴുതി ബുക്കിൽ വെച്ചേക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പതുക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഞാനൊരു PDF അയച്ചിട്ടുണ്ടായിരുന്നു, എല്ലാരും അതെടുക്കുക. വേണേ പാഠം ഒരു തവണ ഒന്ന് വായിച്ചു നോക്കിക്കോ. ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു നോക്കിക്കേ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേച്ചി PDF ഒന്ന് മെൻഷൻ ചെയ്ത് തരാമോ? ഞാൻ നോക്കട്ടെ. തിങ്കളാഴ്ച അയച്ചാണോ ചേച്ചി? ആണെന്ന് തോന്നുന്നടാ. അതിന് ആ തിങ്കളാഴ്ച ലാസ്റ്റ് ക്ലാസ്സില് ആ അർജുൻ ഇട്ടിട്ടുണ്ട്. സോ അടുത്ത പാഠം കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ റിയാക്ഷൻസ് അങ്ങനെയുള്ള ഹാലോ ആൽക്കെയിൻ, ഹാലോ അരീൻ, പതുക്കെ ഓർഗാനിക്കിലേക്ക് നമ്മൾ പോകും. തീർത്ത് അതാണ്. സോ അടുത്ത പാഠവും കൂടി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കുറച്ച് സംഗതി എളുപ്പമാണ്. നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി. കുറച്ചേ ഉള്ളൂ അത്, പക്ഷെ എളുപ്പമാണ്, പഠിച്ച എളുപ്പമാണ്. കമ്പാരിറ്റീവ്ലി ഉള്ളതിൽ കുറച്ച് സിമ്പിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു പാഠാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. പിന്നെ ഈ പറയുന്ന D ബ്ലോക്ക് എലമെന്റ്സ്, F ബ്ലോക്ക് എലമെന്റ്സ്, റിയാക്ഷൻ കുറച്ചല്ലേ പഠിക്കാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് പിന്നെ ഫുൾ റിയാക്ഷൻസ് ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ആദ്യത്തെ 5 പാഠം നന്നായിട്ട് പഠിച്ചു വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഓർഗാനിക് എടുക്കുന്നതിനൊക്കെ മുമ്പ് ആ പഴയ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, പേരിടാനും കുറെ റിയേജന്റുകളും മർക്കോണിക്കോസ് റൂൾ ഇങ്ങനെ കുറെ നെയ്മഡ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. I എഫക്റ്റ്, E എഫക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ടിരിക്കണം. നമ്മുടെ ചർച്ച ഇപ്പൊ അതല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Transition elements show various oxidation variable oxidation state. ക്വസ്റ്റ്യന്റെ PDF ഒക്കെ എടുത്തില്ലേ? എടുത്താ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ പറയുക. ആരാദ്യം പറയണ? കിച്ചു പറഞ്ഞു. The transition elements show variable oxidation state and many of the transition metal ions are attracted by the magnetic field. Give reason for the variability of oxidation state. Yes.
ഈ വേരിയബിലിറ്റി ഓഫ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉണ്ടാകാൻ കാരണം നമ്മുടെ സ്മോളർ സൈസ് ഓഫ് മെറ്റൽ അയോൺസ്, വെയിറ്റർ ഹൈ ചാർജ് ഡെൻസിറ്റി, പിന്നെ വേക്കൻ ഡി ഓർബിറ്റൽ. അതല്ലെന്ന് എനിക്ക് തോന്നുന്ന കാര്യം, അത് കോംപ്ലക്സിൻ്റെ ആണ്. കോംപ്ലക്സ് ഫോർമേഷൻ ആണ് നേരെ. അതാണ് അത് കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. അപ്പം വേക്കൻ ഡി ഓർബിറ്റലാണ് അതിൻ്റെ ആൻസർ. വേക്കൻ ഡി ഓർബിറ്റൽ. പിന്നെ നമ്മുടെ ഇലക്ട്രോൺസ് അല്ല, വേക്കൻ ഡി ഓർബിറ്റല. പിന്നെ എസ് ബ്ലോക്കും ഡി ബ്ലോക്കും, ഔട്ടർ മോസ്റ്റ് എസ് ബ്ലോക്കും പെനൽറ്റിമേറ്റ് ഡി ബ്ലോക്കും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കേൾക്കാവോ? കേൾക്കാം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എടുക്കട്ടെ. കോംപ്ലക്സ് ഫോർമേഷൻ, കാറ്റലിസ്റ്റ് ആക്ടിവിറ്റി, കോംപ്ലക്സ് ഫോർമേഷൻ, കളർഡ്, എന്തായിരുന്നു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയണില്ലേ? അങ്ങനെ എടുത്ത് പറയുന്നില്ല. ഉണ്ട്. Rate of oxidation state in the compound This is because the fact that difference in energy of d electrons and s electrons is low, which implies that electrons from both energy level can take part in bonding. അതായത് ഡിയിലെയും എഫിലെയും ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇവർക്ക് കമ്പാരിറ്റീവ്ലി സെയിം എനർജിയാണ്. അതിനൊരു റീസൺ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ടെക്സ്റ്റ് അവിടെ വെച്ചിട്ട് വന്നു, എടുത്തില്ല. ടെക്സ്റ്റിൽ എഴുതി വെച്ച അപ്പൊ ഒന്ന് എഴുതി വേണേ എടുത്തോ. ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ചോയ്സ് എഴുതാം. This is because എഴുതല്ലേ. The variation of oxidation state of transition elements D and S are because of transition element are because of D and S electrons have comparable energy കേട്ടോ. COMPARABLE comparable energies. Full stop. So along with s electrons, d electrons also participate in the chemical reaction. Participate in also Participate in chemical reaction. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് പാർട്ട് വായിക്കുക, ആൻസർ പറയുക. തന്നെ പറ. നെയിം ദി 2 ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ബിഹേവിയർ, പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ആര് കാണിക്കുന്നത്? നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിലെ ഈ ആദ്യത്തെ ആൾക്കാരെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. കാരണം നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് വരുമ്പോൾ ഇവരുടെ ഭയങ്കര അത്യാവശ്യമുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇതിനെന്തോ ഷോർട്ട് കട്ട് ഉണ്ട്, മിസ് പറഞ്ഞു തന്നായിരുന്നോ ഇത് പഠിക്കാനുള്ള ഷോർട്ട് കട്ട്? ഇല്ലേ? ആ കോർഡിനേഷൻ കോഡ് ഭയങ്കര തൊല്ലപ്പാടേച്ചി. ഇതിന്റെ ഇതെന്താണ്? SSC സ്കൂളിൽ സ്കൂൾ ടൈമിൽ വിക്രമൻ, VCRMN വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുമ്പോൾ അപ്പൊ ഇവിടം വരെയായി. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. കോപ്പർ സിങ്ക്, അങ്ങനെ ഒരു കോഡുണ്ട് ഇതിന്.
സ്കൂൾ ടൈമിൽ റിക്രമെന്റ് ഫീസ് കൊടുക്കാൻ നിൽക്കുമ്പോൾ CUZN. നിങ്ങൾ വേണ ബാക്കി രണ്ടെണ്ണത്തിന് കോഡാക്കിക്കോ. ഓക്കെ, ആൻഡ് ഇത് പഠിച്ചു വെക്കണം. ആൻഡ് സ്കാൻഡിയം ആണെങ്കിൽ 21 21. അപ്പൊ ഇവിടെ 21 അല്ലേ 21. സോ ഇതിന്റെ D ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും, S ഇലക്ട്രോൺ 2 ആയിരിക്കും. ഓക്കെ, ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ 22 ആണ്. 22 ആകുമ്പോ ഡിയിൽ എത്ര ഇലക്ട്രോൺ കാണും? 2 ഇലക്ട്രോൺ എസിൽ. വനേഡിയം 23, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അഭിഷേക്? 2. വനേഡിയം 23. 3. വനേഡിയം അപ്പൊ ഡി ഇലക്ട്രോൺ 3 ആണ്, എസ് 2 ആണ്. സോ ഇവന്മാരുടെ കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നിക്കൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അർജുന ഡിയില്? നിക്കൽ 28 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാ ചോദിച്ചത്. 8 ഇലക്ട്രോൺ. 28 ലാസ്റ്റ് വരുന്ന ആള് ഡി ഇലക്ട്രോൺ, ഫ്രണ്ടിൽ കിടക്കുന്നത് എസിൽ ഇലക്ട്രോൺ. 28 8 എണ്ണം ഡിയില് 2 എണ്ണം എസില്. 26 ആണ് 6 എണ്ണം ഡിയില് 2 എണ്ണം എസില്. ഇവന്മാരുടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ആൻഡ് ഇവന്മാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്കാൻഡിയവും അതുപോലെ തന്നെ സിങ്കും മാത്രമേ ഓരോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. സിങ്ക് നമുക്കറിയാം +2 ആണ്, സ്കാൻഡിയം +3 ആണ്. ആൻഡ് ഇവന്മാരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, ബിക്കോസ് മറ്റേ 4s ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് Mn ആണ്. കാരണം നമ്മൾ പലയിടത്ത് മാംഗനീസിന്റെ പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ട്. KMnO4. ഈ KMnO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? വേഗം കണ്ടുപിടി. KMnO4 മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതന്നെ പൊട്ടാസ്യം ഗ്രൂപ്പ് 1 ആണ്, ആൽക്കലി മെറ്റൽ ആണ്. ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2. പ്ലസ് ആൽക്കലി മെറ്റൽ ആദ്യം കിടക്കുന്ന ആളാ. ഓക്സിജൻ -2. -7 ആണ്. എങ്ങനെയാ വന്നേ? KMnO4 എന്നാണ് ചോദിച്ചത്. +7. +7 KMnO4. പൊട്ടാസ്യം നമുക്കറിയാം +1 ആണ്, ആൽക്കലി മെറ്റൽ ഇവൻ -2 ആണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? +1 + x + -2 × 4 = 0. 1 + x - 8 = 0. -7 + x = 0. അങ്ങനെയാകുമ്പോ x = 7. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം അർജുൻ, എന്നിട്ട് വേഗം ആൻസർ പറ. Second question. The observed magnetic moment of scutillium 3+ was found to be 0. Calculate the magnetic moment of scutillium 3+ using the spin only formula and compare the result of observed and calculate the magnetic moment. Okay. Formula എന്ന് പറയുമ്പോഴത്തേനും √n × n+1. √n × n+1.
ഓക്കെ. സോ നമ്മളോട് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ വലിയ ഇക്വേഷൻ പഠിച്ചോ? ഇല്ലേ? പഠിച്ചോ ടീച്ചർ നമ്മള്? മാഗ്നറ്റിക് മൊമെന്റോ പഠിച്ചോ അഭിഷേകൻ? അതിന്റെ കൂടെ ഇല്ലല്ലേ? BM ഇട്ട് കൊടുത്തില്ല. ആ, അതിന്റെ കൂടെ മറ്റേ BM ഇത് അല്ലേ നമ്മള് പഠിച്ചിട്ടില്ല. ഇതല്ലേ മാഗ്നറ്റിക് ആര് മൊമെന്റ്? പഠിച്ചു? ഈ മ്യൂ ഈസ് ഈക്വൽ ടു ആണ് മാഗ്നറ്റിക് മൊമെന്റ്. ആ, നമ്മള് N+2 അല്ലേ? ഈ സാധനം പഠിച്ചിട്ടുണ്ടോ? ഏത് ഓക്സിഡൻ സ്റ്റേറ്റാ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ല, അത് പറ. അല്ലേച്ചി മാഗ്നറ്റിക് മൊമെന്റ് അല്ലേ മ്യൂ? മ്യൂ ആ, അല്ലേ? മ്യൂ. അപ്പൊ ഈ ഇത് രണ്ടും ഒരേ ആണോ? ഈ സ്പിൻ ഫോർമുല തന്നെയല്ലേ മാഗ്നറ്റിക്? സ്പിന്നൊള്ളി ഫോർമുല അത് തന്നെയാ. സ്പിന്നൊള്ളി ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം. രണ്ടും സെയിം ആണ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഫോർമുലേനെയാണ് നമ്മൾ സ്പിന്നൊള്ളി ഫോർമുല എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഹിന്റ് തന്നിട്ടുണ്ട്. SSC 3+ന്റെ എന്ത് മാഗ്നറ്റിക് മൊമെന്റ് 0 ആണ്. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ല. The observed magnetic moment of SSC 3+ was found to be 0. അതായത് നമ്മൾ കണ്ടുപിടിച്ചപ്പം SSC 3+ന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് 0 എന്നാണ് കിട്ടിയത്. കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് SSC 3+ യൂസിങ് സ്പിൻ ഒള്ളി ഫോർമുല. അപ്പം 0 ആണ് നമുക്ക് കിട്ടി. നിങ്ങൾ ഇനി അത് എന്ത് ചെയ്യണം? സ്പിൻ ഒള്ളി ഫോർമുല വെച്ച് കണ്ടുപിടിക്കണം. എന്തോ അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പം SSC 3+, SSCയുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 21 ആണ്. 21 ആണ് അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒന്ന് എഴുതി നോക്കിക്കേ. ആർഗൺ 3s, ആർഗൺ 3d1. ആർഗൺ 3d1. എസ് ഇല്ലേ? അതായത് ഇവിടെ വരുന്നത് എങ്ങനെയാണ്? ആർഗൺ 18 ആൻഡ് 4s2 3d1. അതാണ് നമ്മുടെ SSCയുടെ എന്ത് അറ്റോമിക് നമ്പർ അല്ലേ? അല്ല, അറ്റോമിക് നമ്പർ അല്ലല്ലോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ SSC 3+ന്റെ കാര്യമല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഉള്ളതിന് 3+ പോയി കഴിഞ്ഞാലോ ആർഗൺ മാത്രമേ. ഈ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ ഈ ഇക്വേഷനിലുള്ള സ്പിന്നൊള്ളി അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പം ഈ സ്പിന്നൊള്ളി ക്വാണ്ടം നമ്പറിൽ പറയുന്ന ഈ ഒരു N എന്ന് പറഞ്ഞ അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. ഇവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റം കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെ വരും? നമുക്ക് ഇക്വേഷൻ എഴുതണം കേട്ടോ. ഡയറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ നീ കോപ്പി അടിച്ചാന്ന് പറഞ്ഞ എന്ത് കിട്ടില്ല, എനിക്ക് മാർക്ക് കിട്ടിയല്ല. മ്യൂ ഈക്വൽ ടു √n × n+2. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ. N എന്ന് പറഞ്ഞ ഓർത്തോണം അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. SSC 3+ല് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ആർഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ആളാണ്. സോ 0. അപ്പൊ ഇവിടെ എന്നിന്റെ സ്ഥലത്തൊക്കെ എന്ത് വരും? 0 വരും. നമുക്ക് എന്ത് പറയാം? നമുക്ക് കിട്ടിയ മാഗ്നറ്റിക് മൊമെന്റും എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഓൾറെഡി 0 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോ എത്ര കിട്ടും അതാണ് ചോദിച്ചേക്കുന്നത്. Then a list of lanthanoid ions are given below. La3+. Next question, Abhishek. A list of lanthanide ions are given. La3+, E4+, YB2+, Lu3+.
അപ്പൊ നമുക്ക് കുറെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. അവന്മാരുടെ അയോണിക് സ്റ്റേറ്റ് ആണ് തന്നേക്കുന്നത്. എല്ലാം പ്ലസ് ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കുറഞ്ഞേക്കുവാണ്. ഓക്കെ. ആൻഡ് അടുത്ത സെന്റൻസിൽ എന്താണ് പറയുന്നത്? അറ്റോമിക് നമ്പർ ഓഫ് Atomic number of La, C, Yb and Lu are 57, 58, 70, 71 respectively. ഇങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ്? ഗീവ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ആറ്റം. ഓരോ ആറ്റത്തിലെ അൺപെയർഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം. ഇത് ചോദിക്കില്ലല്ലോ ചേച്ചി. 2008 ആയിരിക്കും. 8ലെ ക്വസ്റ്റ്യൻ ആണ്. അല്ല ഇത് ചോദിക്കൂലല്ലോ. ഇത്രയൊന്നും ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയൊന്നും അറ്റോമിക് നമ്പർ ഇട്ട് നിങ്ങൾ പഠിക്കണില്ല. അതുകൊണ്ട് പിന്നെ ഒന്ന് അറിഞ്ഞിരുന്നു. യെസ്, 2009ലെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ. The potassium permanganate is a powerful oxidizing agent in neutral, acidic and alkaline medium. In lab, the students were asked to convert an iodide to iodate. One of the students obtained iodine 2 instead of iodate. Instead of iodate. What is the reaction carried out by the students who got iodate? Write the chemical equation. ചേച്ചി ഇത് മറ്റേ സംഭവല്ലേ, നമ്മുടെ ഇത് ഫെറിക് മറ്റേ കെമിക്കൽ റിയാക്ഷൻ. റിയാക്ഷൻ നമ്മുടെ റിയാക്ഷനിൽ ഓൾറെഡി അയഡൈറ്റിനെ അയഡൈൻ ആക്കി മാറ്റുന്ന അയഡൈറ്റിനെ അയഡിൻ ആക്കി മാറ്റുന്ന കാര്യം പറയുന്നുണ്ട് നമ്മളോട്. അതിന് നമ്മൾ എല്ലായിടത്തും കോമൺ ആയിട്ടൊരു റിയേജന്റിനെ യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓർക്കണുണ്ടോ? ഇവിടെ ഓക്സിഡൈസേഷൻ നമുക്കറിയാം. നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യണത്? KMnO4 ആക്ട് ചെയ്യണത്. അങ്ങനെ പറയുമ്പോൾ അവന്റെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന അയഡൈഡിനെ ഐഡിനാക്കി മാറ്റുവാണ്. പ്രോപ്പർട്ടി അല്ലേ അതല്ലേ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഈ സെയിം പ്രോപ്പർട്ടി ആരും കാണിക്കുന്നുണ്ട്, പെർമാംഗനേറ്റും കാണിക്കുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്തില്ല. സോറി. ഇവിടെ ഇത് KMnO4ന്റെ കാര്യമാണ്. KMnO4ലും നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ് അയഡൈഡിനെ ഐഡിനാക്കി മാറ്റാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് KMnO4ൽ. KMnO4നും അതുപോലെ തന്നെ നമ്മുടെ ഡൈക്രോമേറ്റിനും സെയിം ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അതിൽ രണ്ടിലും ഇപ്പൊ നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ അയഡൈൻ ആക്കി മാറ്റുന്നതിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതൊക്കെയാ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു റിയേജന്റ് ആണ്. H2SO4, സൾഫ്യൂരിക് ആസിഡ്, പിന്നെ പൊട്ടാസ്യം അയഡൈഡിന് എടുക്കണ്ടേ? ഇവര് മൂന്നുപേരും കൂടിയാണ് എല്ലാ റിയാക്ഷനിലും. പൊട്ടാസ്യം ക്രോമേറ്റും H2SO4ഉം എവിടെ? നമ്മുടെ ഡൈക്രോമേറ്റിന്റെ കേസിൽ. ഓക്കെ, ഡൈക്രോമേറ്റിന്റെ കേസിൽ എല്ലാ റിയാക്ടന്റും ഏതൊക്കെയാണ്? ഒന്ന് ഡൈക്രോമേറ്റ്, പിന്നെ സൾഫ്യൂരിക് ആസിഡ്, മൂന്നാമത്തെ ആള് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആളാണ്. നമ്മൾ ഇപ്പൊ പറയുന്ന കേസിലാണെങ്കിൽ അയഡൈഡ്. അതിന് എന്തായി മാറും? ഐഡിനായി മാറും. കണ്ടോ, 3I2. ഇതിന്റെ ബാലൻസ്ഡ് പഠിച്ചില്ലേലും നോർമൽ ഇക്വേഷൻ പഠിച്ചിരിക്കണം. കേട്ടല്ല? അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കേസിൽ നോക്കിക്കേ എങ്ങനെ വന്നേന്ന്. അവിടുത്തെ റിയേജന്റ് ഏതൊക്കെയാ? അവിടുത്തെ റിയേജന്റ് മാഗ്നേറ്റ് ഓക്സൈഡും എന്ന് വെച്ചാൽ MnO4 മൈനസ് എന്ന് പറയാൻ പറ്റിയതല്ലേ? KMnO4 പെർമാംഗനേറ്റിന്റെ തന്നെയാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും സൾഫ്യൂരിക് ആസിഡും സെയിം റിയേജന്റുകൾ തന്നെ. നമ്മൾ നേരത്തെ പഠിച്ച സെയിം റിയേജന്റ് ആണ്. വ്യത്യാസം വന്ന എവിടെയാണ്? ഒന്ന് ക്രോമേറ്റ് ആയിരുന്നു, ഇവിടെ പെർമാംഗനേറ്റ് ആയി. ഓക്കെ, കൂടെ എടുത്തേക്കുന്ന H2SO4 തന്നെ. റിയാക്ഷൻസ് ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കും. നമുക്ക് H2SO4നെ H+ എന്ന് മാത്രമാക്കി ഡിനോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. 2H+ എന്ന് വരത്തുള്ളൂ. H2 ഇവിടെ ടീച്ചർ ഇങ്ങനെ H+ മാത്രമേ ഇട്ടുള്ളൂ. ഏതെങ്കിലും ആസിഡ് എന്നുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. ഏതെങ്കിലും ഒരു ആസിഡ്.
അടുത്ത പാട്ട് വായിക്കണോ? എന്തോ അല്ല അടുത്ത പാട്ട്. അടുത്ത പാട്ട് വായിച്ചോ. വാട്ട് ഈസ് ദ റിയാക്ഷൻ ദാറ്റ് ക്യാരിഡ് ഔട്ട് ബൈ സ്റ്റുഡന്റ് ഹൂ ഗോട്ട് അയഡേറ്റ്? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല. അതിപ്പോ ഓക്കെ, ഏതിൽ രണ്ടും അതൊന്നെങ്കിൽ ആവാമല്ലോ. അതെന്തെങ്കിൽ KMnO4 എഴുതുക, ഇല്ലെങ്കിൽ പൊട്ടാസ്യം മറ്റേ ഡൈക്രോമേറ്റിന്റെ കാര്യം എഴുതുക. സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് പാർട്ട് ദ പർപ്പസ് യു ആർ ഗോയിങ് അല്ല What may be the reaction carried out by? suppose you are going some experiments with iodide using potassium dichromate. Potassium dichromate. What are the product got to be obtained? Write down the chemical equation. What is സോ Bayes സെക്കൻഡ് reagent? ആയിട്ട് ചോദിച്ചേക്കുന്ന ഡൈക്രോമേറ്റിന്റെ കാര്യം. അതായത് നിങ്ങൾക്ക് ഐഡിൻ കിട്ടിയത് ഡൈക്രോമേറ്റ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ കിട്ടാവുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് അവിടെ കിട്ടാവുന്ന പ്രൊഡക്റ്റുകൾ ഡൈക്രോമേറ്റ് ആണെങ്കിൽ? ഡൈക്രോമേറ്റ് ആണെങ്കിൽ ഐഡിൻ കിട്ടും, പിന്നെ ക്രോമേറ്റ് കിട്ടും. ആ Cr2SO4 ആണ് കിട്ടുന്നത്, അല്ലെ Cr2H2O വാട്ടർ കിട്ടും, K2SO4 H2O, പിന്നെ ക്രോമേറ്റ് SO4 ആൻഡ് ഐഡിൻ. ഈ 4 പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇങ്ങനത്തെ ഇക്വേഷനും അതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, റിയാക്ടന്റ് എന്തായിരിക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഈ എക്സാമിന്. കേട്ടല്ലോ. ലാസ്റ്റ് എന്താണ്? വാട്ട് ഈസ് ബേയേഴ്സ് റിയേജന്റ്? ബേയേഴ്സ് റിയേജന്റ് എന്താ നിങ്ങൾ പഠിക്കണില്ല? ടെസ്റ്റിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ബേയേഴ്സ് റിയേജന്റിനെ കുറിച്ച്? അത് കഴിഞ്ഞതിന് മുമ്പത്തെ പാടില്ലാണ്ട് പഠിച്ചിട്ടില്ലെന്നോ? ഇല്ല. ഇല്ലേ? ഡിലീറ്റഡ് ടോപ്പിക് ആയിരിക്കും. ഇൻ കേസ് ബേയേഴ്സ് റിയേജന്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കലൈൻ KMnO4 സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേയേഴ്സ് റിയേജന്റ്. ഒന്ന് മാർക്ക് ചെയ്തോ, വളരെ അത്യാവശ്യമുള്ള സാധനം, ലാബിലൊക്കെ കേൾക്കും. ബേയേഴ്സ് റിയേജന്റ് എന്താണ്? ബേയേഴ്സ് റിയേജന്റ് ആൽക്കലൈൻ KMnO4 സൊല്യൂഷൻ. Bayer's reagent BAEYERS. BAEYERS Bayer's reagent. Bayer's alkaline KMnO4 solution. Alkaline KMnO4 solution. So അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് വയലറ്റ് ക്രിസ്റ്റൽ. വാട്ട് ആർ ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ആസ് ഫ്രോം ഹീറ്റിംഗ് KMnO4 ക്രിസ്റ്റൽസ്? KMnO4 ഹീറ്റ് ചെയ്ത് എന്തൊക്കെയാ പ്രൊഡക്റ്റ് കിട്ടുന്നത്? എനിക്കറിയാം. KMnO4 ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ ഡീകമ്പോസ് ചെയ്യുവാണ്. അവനെ ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? KMnO4 ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മാംഗനീസ് ഓക്സൈഡ് കിട്ടുമായിരിക്കും. മാംഗനീസ് ഓക്സൈഡ് കിട്ടും. വാട്ടർ കിട്ടും. വാട്ടർ കിട്ടുമോ? കിട്ടില്ലേ? ഇല്ല. മാംഗനീസ് ഓക്സൈഡ് കിട്ടും. KMnO4 K2MnO4 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടും. ആൻഡ് ഓക്സിജൻ. K2MnO4 ഒരു പേര് വിളിക്കുമായിരുന്നല്ലോ. പൊട്ടാസ്യം ഡൈക്രോമേറ്റാ? അല്ല, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പെർമാംഗനേറ്റ് KMnO4 പൊട്ടാസ്യം മാംഗനേറ്റ്. പ്രിപ്പറേഷനെ നമ്മൾ പഠിക്കുന്നുണ്ട് K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ്. അപ്പൊ നമ്മുടെ പൊട്ടാസ്യം അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡികമ്പോസ് ചെയ്ത് എന്തൊക്കെ കിട്ടും, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഡികമ്പോസ് ചെയ്ത് എന്തൊക്കെ കിട്ടും എന്നുള്ളത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡികമ്പോസ് ചെയ്ത് എന്തൊക്കെ? ഡികമ്പോസ് മീൻസ് സ്പ്ലിറ്റ് ആവുക. ഹീറ്റ് കൊടുക്കുമ്പോഴേ സ്പ്ലിറ്റ് ആവത്തുള്ളൂ. അപ്പൊ ചോദിക്കും ഹീറ്റ് കൊടുത്താൽ എന്തായിരിക്കും കിട്ടുന്നത്? ഹീറ്റ് കൊടുത്ത് കിട്ടുന്നതും ഡികമ്പോസ് ചെയ്ത് കിട്ടുന്നതും പ്രൊഡക്റ്റ് സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡികമ്പോസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടും? പൊട്ടാസ്യം മാംഗനേറ്റ്.
മാംഗനേറ്റ് ഓക്സൈഡ്, ഓക്സിജൻ. പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനേറ്റ് ഓക്സൈഡ്, ഓക്സിജൻ. അങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഡികമ്പോസ് ചെയ്ത് എന്തൊക്കെ കിട്ടും? പൊട്ടാസ്യം ക്രോമേറ്റ് ഓക്സൈഡ്, പിന്നെ ക്രോമേറ്റ് ഓക്സൈഡ് കിട്ടും, അല്ലാണ്ട് ഓക്സിജൻ കിട്ടും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ K2CrO4, അവിടെ എന്തായിരുന്നു K2MnO4, ഇവിടെ Cr വന്നു. സെയിം സാധനം, അവിടെ Cr ഇവിടെ Mn ഇട്ട് കൊടുത്താൽ മതി. അതേ ഒരു വ്യത്യാസമുള്ളൂ. ഒരാളെ പഠിച്ചാൽ മതി, തിരിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കേട്ടാ? ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കണം. അതുപോലെ തന്നെ ഡയഗ്രം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സും കൂടെ ഉള്ളത് ഞാൻ അയച്ചിട്ടേക്കാം. എല്ലാം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇതാണ് കുറച്ചും കൂടി പഠിച്ചതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് എളുപ്പമുള്ള പാട് ഇതാണ്. ഇങ്ങനെ 1-2 റിയാക്ഷൻ കുറച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചേക്കണം. പിന്നെ ഇനിയിപ്പോ സമയം കളയാതെ മര്യാദയ്ക്ക് ഓൺ എക്സാമിനുള്ളത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തേക്കണം. എല്ലാ ദിവസവും ഓരോ പാഠം വെച്ചിട്ട് എല്ലാ സബ്ജക്റ്റിന്റെ എങ്കിലും തീർത്ത് വെക്കണം, അവസാനത്തേക്ക് ഇടാതെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3rd ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. 3rd ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പം അതിൽ ഫുൾ പോർഷൻ പഠിച്ചിട്ടേ ഇരിക്കാവുള്ളൂ, എങ്കിലേ ഡിസ്കസ് ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവും. കേട്ടല്ലോ? സൊല്യൂഷൻ അല്ല, ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച പാഠം ഏതാണ്? നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ്. അത് തന്നെ സീറോ ഓർഡർ കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠം. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക. എഴുതി പഠിക്കാനുള്ളത് എഴുതി പഠിക്കുക കേട്ടോ. ആ 2 ഡെറിവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൊല്യൂഷൻ, ഫസ്റ്റ് പാഠം സൊല്യൂഷൻ ആണ്. സെക്കൻഡ് മറ്റേ ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി എടുത്തിട്ടില്ലേ? ഏത് ബാക്ടീരിയയുടെ ഒക്കെ പാടോ? പിന്നെ ഏത് പാഠം എടുത്തേക്കുന്നേ? ഞങ്ങളുടെ 2 ടീച്ചർമാരാ. ഒരു ആള് സൊല്യൂഷനും എടുത്ത്, പിന്നെ ഇപ്പം ഹാലോ അത് എടുക്കുക. പിന്നെ ഒരാള് ഈ ഇതിനു മുമ്പത്തെ സെക്കൻഡിലല്ലോ നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ് കൈനറ്റിക്സ്, കെമിക്കൽ കൈനറ്റിക്സ് എടുത്ത്. പിന്നെ ഇതിപ്പോ ഇന്ന് തീർത്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ 4 പാഠാണ് പരീക്ഷയ്ക്ക്. ഓർഡറിൽ പോയാ പോരെ, ഇടയ്ക്ക് ഇനിയിപ്പൊ കേറണ്ടല്ലോ, ബുദ്ധിമുട്ടായിരിക്കും. അഭിഷേകിനോ? നിനക്ക് കിച്ചുൻ ഈ ഓർഡറിൽ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നിനക്കോ അഭിഷേക്? ഞങ്ങക്ക് 2 ടീച്ചർ എടുക്കണേ. അങ്ങനല്ല, നിന്നെ ഏതൊക്കെ പോർഷൻ അവിടെ? സൊല്യൂഷനും കെമിക്കൽ കൈനറ്റിക്സും ഒക്കെ എടുത്തു. സെക്കൻഡ് പാഠം എടുത്തില്ലേ? ബാക്ടീരിയയുടെ പാഠം എടുത്തില്ലേ? വാട്ടറിന് എടുത്തായിരുന്നു. പിന്നെ ഈ പാഠം എടുത്തു. ഞങ്ങൾക്കൊരു ടീച്ചറുണ്ട്, നോട്ട് മാത്രമേ എടുത്തുള്ളൂ. ജെറ്റ് വിട്ടുപോലെ പറഞ്ഞു. അപ്പം ഈ 4 പാഠം നിനക്ക് പരീക്ഷയ്ക്കുള്ളപ്പം പേടിക്കണ്ട. ഒരു കാര്യം ചെയ്യുക, ഇന്നിരുന്നിട്ട് ഈ പാഠത്തില് കെമിക്കൽ റിയാക്ഷൻസ്, പ്രിപ്പറേഷൻ, ഉറപ്പായും ചോദിക്കുന്ന ഒരു സാധനമാണ് പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ എഴുതി പഠിച്ചേക്കണം ഇന്ന് നാളെ ആയിട്ട്. കേട്ടല്ലോ? ഈ പാഠം അതുപോലെ എന്നെ അടച്ച് ബാക്കിയുള്ള കൺസെപ്റ്റ് തലേന്ന് വായിച്ചാലും നമുക്ക് പിടികിട്ടും. റിയാക്ഷൻസ് അങ്ങനെയല്ല, പഠിച്ചു പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ റിയാക്ഷൻസ് എല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത തിങ്കളാഴ്ച. ഓക്കെ, തിങ്കളാഴ്ച കെമിക്കൽ കൈനറ്റിക്സ് മാക്സിമം നന്നായിട്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കാം. ഞായറാഴ്ച എടുത്ത് വായിച്ച് പഠിച്ചേക്കണം. കെമിക്കൽ കൈനറ്റിക്സും സെക്കൻഡ് പാഠോ, അതാകുമ്പോ പിന്നെ ചൊവ്വാഴ്ച അത് നമുക്കങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാം. പിന്നെ പെട്ടെന്ന് തീരുവാണെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന സമയമുണ്ട്, ഒരു 2 ക്ലാസ് എക്സ്ട്രാ വരും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടും ക്ലിയർ ചെയ്ത് അങ്ങനെ നമുക്ക് കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്ത് അങ്ങനെ പോവാം. കേട്ടല്ലോ? നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ശരി എന്നാ.